വെൽക്കം ടു സ്കോർ അക്കാഡമി. അസിസ്റ്റന്റ് എഞ്ചിനീയർ ഇലക്ട്രോണിക്സ് PWD എക്സാം കഴിഞ്ഞിരിക്കുകയാണ്. ഈ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഒരു ഡീറ്റെയിൽഡ് അനാലിസിസ് നടത്തുകയും അതുവഴി നമുക്ക് കിട്ടുന്ന ഇൻഫറൻസ് ഇനി 30 ദിവസങ്ങൾക്ക് ശേഷം വരുന്ന പോളി ലെക്ചർ എക്സാമിന് എങ്ങനെ എഫക്റ്റീവായി യൂട്ടിലൈസ് ചെയ്യാം, അല്ലെങ്കിൽ ആ പോളി ലെക്ചർ എക്സാമിൻ്റെ പ്രിപ്പറേഷൻ സ്ട്രാറ്റജി ഇതിൽ നിന്ന് കിട്ടുന്ന ഇൻഫറൻസ് ഉപയോഗിച്ച് എങ്ങനെ ഡെവലപ്പ് ചെയ്യാം എന്നത് ഡിസ്കസ് ചെയ്യാനാണ് ഈ ഒരു വീഡിയോ ഉദ്ദേശിക്കുന്നത്. അസിസ്റ്റന്റ് എഞ്ചിനീയർ ഇലക്ട്രോണിക്സ് എക്സാം അനാലിസിസ്, ഇമ്പോർട്ടൻറ്റ് സെഷൻ ഹൈലൈറ്റ്സ്, PWD ഇലക്ട്രോണിക്സ് എക്സാം അനാലിസിസ്, then expected cutoff prediction, important checkpoints, what to expect in poly lecture exam, preparation strategy. ഈ കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇപ്പോൾ നടന്ന എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു അനാലിസിസ് നമ്മൾ നടത്തും. ഏകദേശം ഒരു കട്ട് ഓഫ് എത്ര വരും എന്ന് നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യും. ഈ എക്സാമിൻ്റെ അനാലിസിസിലൂടെ നമ്മൾക്ക് കിട്ടിയ ഇമ്പോർട്ടൻറ്റ് ചെക്ക് പോയിൻറ്റ്സ് ഏതൊക്കെയാണെന്ന് നമ്മൾ അനലൈസ് ചെയ്യും. ഇനി വരുന്ന പോളി ലെക്ചർ എക്സാമിന് ഏത് രീതിയിലുള്ള ക്വസ്റ്റ്യൻ പാറ്റേൺ ആണ് എക്സ്പെക്റ്റ് ചെയ്യാൻ കഴിയുക എന്ന് നമുക്ക് ഇതിൻ്റെ ബേസിൽ പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയും. ഒപ്പം അതിനുള്ള പ്രിപ്പറേഷൻ, പോളി ലെക്ചർ എക്സാമിന് ഇനിയുള്ള 30 ഡേയ്സിൽ നിങ്ങൾ ഫോളോ ചെയ്യേണ്ട പ്രിപ്പറേഷൻ സ്ട്രാറ്റജി എന്താണെന്നും ഡിസ്കസ് ചെയ്യും. ടോട്ടൽ 9 മൊഡ്യൂൾസ് ആയിരുന്നു അസിസ്റ്റന്റ് എഞ്ചിനീയർ ഇലക്ട്രോണിക്സിൻ്റെ സിലബസിൽ ഉണ്ടായിരുന്നത്. ഇതിൽ 8 മൊഡ്യൂളിൻ്റെയും വെയിറ്റേജ് 10 മാർക്കായിരുന്നു. ഒരു മൊഡ്യൂളിൻ്റെ വെയിറ്റേജ് 20 മാർക്സ് ആയിരുന്നു. സെൻസേഴ്സ്, ട്രാൻസ്ഡ്യൂസേഴ്സ്, പബ്ലിക് അഡ്രസ്സിംഗ് സിസ്റ്റം, ഈ ഒരു മൊഡ്യൂൾ 8 ഇതിൻ്റെ വെയിറ്റേജ് മാത്രം 20 മാർക്സും ബാക്കി 8 മൊഡ്യൂളുകൾക്കും 10 മാർക്ക് വെയിറ്റേജുമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ അനലൈസ് ചെയ്യുകയാണെങ്കിൽ ഈ വെയിറ്റേജിനനുസരിച്ച് തന്നെയാണ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിരിക്കുന്നതെന്ന് കാണും. അതായത് 8 മൊഡ്യൂളുകളിൽ നിന്ന് 10 മാർക്കിൻ്റെ 10 ചോദ്യങ്ങൾ വീതവും, ഒരു മൊഡ്യൂളിൽ നിന്ന് 20 മാർക്കിനായിട്ട് 20 ചോദ്യങ്ങളുമാണ് ടോട്ടലി ചോദിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഓരോ മൊഡ്യൂളിൻ്റെയും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു അനാലിസിസ് നടത്താം. അപ്പോൾ ഫസ്റ്റ് മൊഡ്യൂൾ ഇലക്ട്രോണിക് ഡിവൈസസ് ആയിരുന്നു. അപ്പോൾ ഇലക്ട്രോണിക് ഡിവൈസസിൻ്റെ ഡിഫിക്കൽട്ടി ലെവൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഒരു മോഡറേറ്റ് ലെവൽ ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഇലക്ട്രോണിക് ഡിവൈസസിൽ നിന്ന് ചോദിച്ചിരിക്കുന്നത്. കോംപ്ലക്സ് ആയിട്ടുള്ള ന്യൂമറിക്കൽസ് ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ എന്തുകൊണ്ടാണ് ഇതിന് ഡിഫിക്കൽട്ടി ലെവൽ മോഡറേറ്റ് ആയി കീപ്പ് ചെയ്തതെന്ന് വെച്ചാൽ ഇതിൽ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് വളരെയധികം ചോദിച്ചു. സാധാരണ PSCക്ക് ചോദിക്കുന്നതിൽ നിന്നും അധികമായി അറൗണ്ട് 4 സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഇലക്ട്രോണിക് ഡിവൈസസിൽ നിന്നും ചോദിച്ചു. അതായത് തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റുകളിൽ ട്രൂ ഏതാണ്, ഫോൾസ് ഏതാണ്, അല്ലെങ്കിൽ ഒന്നിലധികം ട്രൂ സ്റ്റേറ്റ്മെൻറ്റുകൾ ഉണ്ടോ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യാനും ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് കൂടുതലായിട്ടുണ്ടായിരുന്നു. നോർമലി സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ കുറച്ച് കോൺസെപ്റ്റുവൽ നോളജും ആവശ്യമാണ്, ഒപ്പം കുറച്ച് ടൈം കൺസ്യൂമിങ്ങുമാണ്. കാരണം നമ്മൾ ഈ ചോയ്സുകളെല്ലാം വായിച്ച് ഇതിലേതാണ് കറക്റ്റ് എന്ന് നമ്മൾ കൃത്യമായിട്ട് മനസ്സിരുത്തി വായിച്ച് ഉറപ്പിക്കണം. അപ്പോൾ അത് കുറച്ച് ടൈം കൺസ്യൂമിംഗ് ആണ്. ദെൻ എല്ലാ ക്വസ്റ്റ്യൻസും സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരുന്നില്ല. 4 ക്വസ്റ്റ്യൻസേ ഉണ്ടായിരുന്നുള്ളൂ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ്. ദെൻ ബേസിക് തിയററ്റിക്കൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചു, സിമ്പിൾ ന്യൂമറിക്കൽസും ചോദിച്ചു. ഇപ്പോൾ ബേസിക് തിയററ്റിക്കൽ ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ റെസിസ്റ്റൻസിൻ്റെ കളർ കോഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ, സിലിക്കൺ ആൻഡ് ജെർമേനിയം ഡയോഡിൻ്റെ കട്ട് ഇൻ വോൾട്ടേജ് എത്രയാണെന്നുള്ള ക്വസ്റ്റ്യൻ, ദെൻ LED കളർ, ബ്ലൂ കളറുള്ള LED കോമ്പോസിറ്റ് ഏതാണെന്നുള്ള ക്വസ്റ്റ്യൻ. അങ്ങനെ ബേസിക് തിയററ്റിക്കൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചു. ദെൻ നമ്മുടെ ആൽഫ, ബീറ്റ, ഗാമ പോലെയുള്ള ട്രാൻസിസ്റ്റർ പാരാമീറ്റേഴ്സ് വെച്ചിട്ടുള്ള സിമ്പിൾ ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസുമാണ് ഈ മൊഡ്യൂളിൽ നിന്ന് ചോദിച്ചത്. ടൈം കൺസ്യൂമിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. നിങ്ങൾക്ക് കാര്യം അറിയാമെങ്കിൽ വളരെ ക്വിക്കായിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ബട്ട് സ്റ്റിൽ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം സമയം ഇത് ആൻസർ ചെയ്യാൻ വേണം താനും. കാരണം ക്വസ്റ്റ്യൻസ് വായിച്ച് ഓരോ സ്റ്റേറ്റ്മെൻറ്റ് വായിച്ച് മനസ്സിലാക്കാൻ കുറച്ച് സമയം എടുക്കും. അപ്പം നമ്മുടെ ഓരോ ക്വസ്റ്റ്യനും 54 സെക്കൻഡ്സ് വീതം നോക്കുകയാണെങ്കിൽ ഏകദേശം 540 സെക്കൻഡുകൾ കൊണ്ട് തന്നെ ആൻസർ ചെയ്യാൻ പറ്റും. അതായത് അമിതമായിട്ട് സമയം ദൗർലഭ്യം ഈ ഒരു മൊഡ്യൂളിൽ നിന്നുണ്ടാവില്ല. എന്നാൽ ഒരുപാട് സമയം നമുക്കിവിടെ സേവ് ചെയ്യാനും കഴിയില്ല. നമുക്ക് ഏകദേശം ക്വസ്റ്റ്യൻസ് ആ ടൈമിനുള്ളിൽ ആൻസർ ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ നിന്നും ചോദിച്ചത്. അടുത്ത മൊഡ്യൂള് അനലോഗ് സർക്യൂട്ട്സ് ആണ്. അപ്പോൾ അനലോഗ് സർക്യൂട്ട്സിൻ്റെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ
മെജോറിറ്റി ക്വസ്റ്റ്യൻസും ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് ആണെന്ന് കാണാം. അപ്പോൾ നമ്മളെല്ലാം കാൽക്കുലേറ്റ് ചെയ്യേണ്ട ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് ഇത്തവണ അനലോഗ് സർക്യൂട്ട്സിൽ നിന്നും ചോദിച്ചത്. എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് 10 ക്വസ്റ്റ്യനിൽ 9 ക്വസ്റ്റ്യൻസും ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഇത്തവണ അനലോഗ് സർക്യൂട്ട്സിൽ നിന്ന് ചോദിച്ചത്. അപ്പോൾ മോഡറേറ്റ് കോംപ്ലക്സിറ്റി ഉള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചത്. ഇറ്റ് ഫോക്കസസ് ഓൺ ബോത്ത് കോൺസെപ്ച്വൽ ആൻഡ് ന്യൂമറിക്കൽ പ്രോബ്ലം സോൾവിങ് എബിലിറ്റീസ്. അപ്പോൾ വളരെ ബുദ്ധിമുട്ടുള്ള ന്യൂമറിക്കൽസ് അല്ല ചോദിച്ചത്, ബട്ട് സ്റ്റിൽ കൂടുതൽ ക്വസ്റ്റ്യൻസും ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് ആയതുകൊണ്ട് തന്നെ ടൈം കൺസ്യൂമിങ് ആയിരുന്നു ഈ ഒരു മൊഡ്യൂൾ. അതുപോലെ ഗ്രാഫിക്കൽ ക്വസ്റ്റ്യൻസും ഇത്തവണ ചോദിച്ചിട്ടുണ്ട്. അതായത് ചില സർക്യൂട്ട് തന്നിട്ട് അതിൻ്റെ ഔട്ട്പുട്ട് വേവ് ഫോം ഏതാണ് എന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ്. അതുപോലെ സർക്യൂട്ട്സ് സാധാരണയായി നിങ്ങൾ കഴിഞ്ഞ തവണത്തെ പോളി ലെക്ചർ എക്സാം ഒക്കെ പരിശോധിച്ചാൽ സർക്യൂട്ട് റിലേറ്റഡ് ആയിട്ടുള്ള സർക്യൂട്ടിൻ്റെ അനാലിസിസ് ആവശ്യമുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും തന്നെ കാണാൻ കഴിയില്ല. എന്നാൽ ഇത്തവണ അനലോഗ് സർക്യൂട്ട്സിൽ നിന്നും ഒപ്പാമ്പ് ബേസ്ഡ് ആയിട്ടുള്ള സർക്യൂട്ട് അനാലിസിസ് ആവശ്യമായിട്ടുള്ള സിമ്പിൾ ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് വളരെയധികം ചോദിച്ചിട്ടുള്ളതായിട്ട് കാണാൻ കഴിയും. അപ്പോൾ മുൻ വർഷങ്ങളിലെ അപേക്ഷിച്ച് അനലോഗ് സർക്യൂട്ട്സിലെ ക്വസ്റ്റ്യൻസിൻ്റെ ലെവൽ ഒരു പടി കൂടി ഉയർത്തിയിട്ടുണ്ട് എന്ന് നമുക്ക് ഇത്തവണത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ അനാലിസിസിലൂടെ മനസ്സിലാവും. അതായത് പ്രാക്ടിക്കൽ സർക്യൂട്ട് ബേസ്ഡ് ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് ആണ് ഈ മൊഡ്യൂളിൽ നിന്ന് ചോദിച്ചത്. ഇപ്പോൾ റിലേറ്റീവ്ലി കുറച്ച് കോംപ്ലക്സിറ്റി കൂടുതലായിരുന്നു എന്ന് തന്നെ പറയാം. സമയവും ക്വസ്റ്റ്യൻസിൻ്റെ ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസിൻ്റെ എണ്ണവും അത് ചെയ്യാൻ ആവശ്യമായുള്ള അനാലിസിസും കണക്കാക്കുമ്പോൾ കുറച്ച് കോംപ്ലക്സ് ആയിരുന്നു ഇത്തവണത്തെ അനലോഗ് സർക്യൂട്ട്സിലെ ക്വസ്റ്റ്യൻസ് എന്ന് നമുക്ക് പറയാൻ കഴിയും. കാരണം നമുക്കിവിടെ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ ഗേറ്റ് എക്സാം പോലെയുള്ള ടൈമില്ല. ഒരു ക്വസ്റ്റ്യൻ 54 സെക്കൻഡേ ഉള്ളൂ. അപ്പോൾ ആ ടൈമും അതുപോലെ ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസിൻ്റെ എണ്ണവും കണക്കാക്കുമ്പോൾ അനലോഗ് സർക്യൂട്ട്സ് കുറച്ച് കോംപ്ലക്സ് ആയിരുന്നു എന്ന് നമുക്ക് പറയാൻ കഴിയും. ബട്ട് ക്വസ്റ്റ്യൻസ് എല്ലാം സിമ്പിൾ കോൺസെപ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു, കുറച്ച് ടൈം കൺസ്യൂമിങ് ആയിരുന്നു എന്ന് മാത്രം. ഇനി ഡിജിറ്റൽ സർക്യൂട്ടിലേക്ക് വരികയാണെങ്കിൽ ഡിഫിക്കൽട്ടി ലെവല് ഓൾമോസ്റ്റ് സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആയിരുന്നു എന്ന് പറയാം, വേണമെങ്കിൽ മോഡറേറ്റ് എന്ന് പറയാം. കാരണം സാധാരണ നമ്മൾ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ പാറ്റേണിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായ കുറച്ച് ക്വസ്റ്റ്യൻസ് ഇത്തവണ ചോദിച്ചു. ഒരു 50% ക്വസ്റ്റ്യൻസ് വളരെ ഈസി ആയിരുന്നു. പക്ഷേ ഒരു 50% ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യണമെങ്കിൽ ഒരു ഡീറ്റെയിൽഡ് അനലിറ്റിക്കൽ സ്റ്റഡി ആവശ്യമുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഡിജിറ്റൽ ഇലക്ട്രോണിക്സിൽ നിന്ന് ചോദിച്ചത്. സ്ട്രോങ് പ്രസൻസ് ഓഫ് തിയററ്റിക്കൽ ആൻഡ് അനലിറ്റിക്കൽ ക്വസ്റ്റ്യൻസ് ഇത്തവണ ഡിജിറ്റൽ ഇലക്ട്രോണിക്സിൽ നിന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ BCD to XS3 കോഡ് കൺവേർഷൻ. അപ്പോൾ അങ്ങനെ കൺവേർഷൻ ചെയ്യാനുള്ള ഒരു ക്വസ്റ്റ്യൻ അല്ല ചോദിച്ചത്, പകരം തന്നിരിക്കുന്ന സർക്യൂട്ടുകളിൽ ഏതാണ് ആ കൺവേർഷൻ ഉപയോഗിക്കാൻ കഴിയാത്തത് എന്ന രീതിയിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചത്. അതുപോലെ സം ഓഫ് പ്രൊഡക്റ്റ് ഫോം റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ആ ക്വസ്റ്റ്യനും ആൻസർ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ആ ഗേറ്റുകളെ പറ്റിയും സം ഓഫ് പ്രൊഡക്റ്റ് ഫോമിൻ്റെ ഇംപ്ലിമെൻറ്റേഷനെ പറ്റിയും ഒരു ബേസിക് നോളജ് ഉണ്ടെങ്കിൽ മാത്രമേ ആ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ ഒന്ന് ചിന്തിച്ച് ആൻസർ ചെയ്യേണ്ട ടൈപ്പ് കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ഈവൻ ലോജിക് ഫാമിലീസിൽ നിന്നും ചോദിച്ച ക്വസ്റ്റ്യൻ ആയാലും നമ്മൾ സാധാരണ ചോദിക്കുന്ന പോലെ മിനിമം പവർ കൺസംഷൻ എവിടെയാണ്, ഏത് ഫാമിലിക്കാണ്, അല്ലെങ്കിൽ വേഗത്തിൽ സ്പീഡ് കൂടുതൽ ഏത് ലോജിക് ഫാമിലിക്കാണ്, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് അല്ല ചോദിച്ചത്. പകരം കുറച്ചുകൂടി ഡീറ്റെയിൽഡ് അല്ലെങ്കിൽ അനലിറ്റിക്കൽ സ്റ്റഡി ആവശ്യമായിട്ടുള്ള 2 ക്വസ്റ്റ്യൻസ് ആണ് ലോജിക് ഫാമിലീസിൽ നിന്നും ചോദിച്ചത്. അപ്പോൾ ക്വസ്റ്റ്യൻസിൻ്റെ ടൈം നോക്കുകയാണെങ്കിൽ എല്ലാ ക്വസ്റ്റ്യൻസും നമുക്ക് ടൈമിനുള്ളിൽ തന്നെ ആൻസർ ചെയ്യാം. കാരണം 50% ക്വസ്റ്റ്യൻസ് വെരി ഈസി ആയിരുന്നു, ഒരുപാട് സമയമൊന്നും വേണ്ട, വളരെ ക്വിക്കായിട്ട് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആയിരുന്നു 50% ക്വസ്റ്റ്യൻസ്. അപ്പോൾ അതിന് നിങ്ങൾ കുറച്ച് ടൈം സേവ് ചെയ്യുകയാണെങ്കിൽ അത് ബാക്കിയുള്ള 50% ക്വസ്റ്റ്യൻസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ കഴിയും. ഇനി ഡിജിറ്റൽ ഇലക്ട്രോണിക്സിൻ്റെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള മിനിമൈസേഷൻ ക്വസ്റ്റ്യൻസോ അല്ലെങ്കിൽ കോംപ്ലക്സ് ആയിട്ടുള്ള അനാലിസിസ് ആവശ്യമായിട്ടുള്ള ക്വസ്റ്റ്യൻസോ ഒന്നും ചോദിച്ചിട്ടില്ല. സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. പക്ഷേ കോംപ്ലക്സ് ആയിട്ടുള്ള അനാലിസിസ് എക്സാം ഹോളിൽ ആവശ്യമില്ലെങ്കിലും ഡീറ്റെയിൽഡ് അനലിറ്റിക്കൽ സ്റ്റഡി ഉണ്ടെങ്കിൽ മാത്രമേ ചില ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ കഴിയൂ എന്നുള്ളതാണ് ഡിജിറ്റൽ സർക്യൂട്ട്സിൻ്റെ പ്രത്യേകത. അപ്പോൾ ചിലപ്പോൾ നമുക്ക് കൗണ്ടറിലെയൊക്കെ കുറച്ച് ഡീറ്റെയിൽഡ് അനാലിസിസ് ആവശ്യമാണെങ്കിൽ മാത്രം ചെയ്യാൻ കഴിയുന്ന ടൈപ്പ് ടൈം കൺസ്യൂമിങ് ക്വസ്റ്റ്യൻസ് നോർമലി ഡിജിറ്റലി ചോദിക്കാറുണ്ട്. പക്ഷേ അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും ഇല്ലായിരുന്നു. ജോൺസൺസ് കൗണ്ടർ റിലേറ്റഡ് ആയിട്ടുള്ള വളരെ ക്വിക്കായിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചത്. ഈവൻ ഫ്ലിപ്പ് ഫ്ലോപ്സിൽ നിന്നായാലും ഒരു ഡീ ഫ്ലിപ്പ് ഫ്ലോപ്പ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചത്. അപ്പോൾ കോൺസെപ്ച്വൽ നോളജും ഡീറ്റെയിൽഡ് അനലിറ്റിക്കൽ സ്റ്റഡിയും ആവശ്യമാണ്. പക്ഷേ എക്സാം ഹോളിൽ നിങ്ങൾക്ക് അധികം അനലൈസ് ചെയ്ത് സമയം കളയേണ്ട ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒന്നും തന്നെ ചോദിച്ചിട്ടില്ല.
അപ്പോൾ അതാണ് ഡിജിറ്റൽ ഇലക്ട്രോണിക്സിൻ്റെ പ്രത്യേകത. ഇനി മൈക്രോ പ്രോസസ്സറിലേക്ക് വരികയാണെങ്കിൽ ഇതുവരെ നമ്മൾ ഡിസ്കസ് ചെയ്ത മറ്റു മൊഡ്യൂളുകളെ അപേക്ഷിച്ച് ഡിഫിക്കൽട്ടി ലെവൽ വളരെ കുറഞ്ഞ ഒരു മൊഡ്യൂളാണ് മൈക്രോ പ്രോസസ്സർ. ഇത്തവണത്തെ ക്വസ്റ്റ്യൻ പാറ്റേൺ അനലൈസ് ചെയ്യുമ്പോൾ ക്വസ്റ്റ്യൻ ഫോക്കസ് ചെയ്തത് ഫണ്ടമെൻ്റൽ കോൺസെപ്റ്റിൽ മാത്രമാണ്. സ്പെസിഫിക് ആയിട്ട് ഒരു മൈക്രോ പ്രോസസ്സർ ഒന്നും സിലബസിൽ എടുത്തു പറയാത്തത് കൊണ്ട് തന്നെ ജനറലൈസ്ഡ് മൈക്രോ പ്രോസസ്സർ ആർക്കിടെക്ചർ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രമേ ചോദിച്ചുള്ളൂ. സ്പെസിഫിക് ആയിട്ട് 8085 റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യനോ 8086 റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യനോ അല്ലെങ്കിൽ മൈക്രോ കൺട്രോളർ ആയിട്ടുള്ള 8051 റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസോ ഒന്നും ഉണ്ടായിരുന്നില്ല. ജനറൽ കോൺസെപ്റ്റ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ജനറൽ ആർക്കിടെക്ചർ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രമാണ് ചോദിച്ചത്. അത് നിങ്ങൾ നോക്കുകയാണെങ്കിൽ എല്ലാ ക്വസ്റ്റ്യൻസും തിയററ്റിക്കൽ ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് ഒന്നും തന്നെ ഇല്ലായിരുന്നു. വളരെ ക്വിക്കായിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. അപ്പോൾ വളരെയധികം ടൈം നിങ്ങൾക്ക് അറിയാമെങ്കിൽ സേവ് ചെയ്യാൻ കഴിയുന്ന ഒരു മൊഡ്യൂളാണ് മൈക്രോ പ്രോസസ്സർ. അപ്പോൾ ഇവിടെ നിങ്ങൾ വളരെ ക്വിക്കായിട്ട് നിങ്ങൾക്ക് ആ 10 ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്ത് ആ സമയം നിങ്ങൾക്ക് മറ്റ് ഏതെങ്കിലും ഒരു മൊഡ്യൂൾ കുറച്ചുകൂടെ ടൈം കൺസ്യൂമിംഗ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു മൊഡ്യൂളിനായിട്ട് ഉപയോഗിക്കാൻ കഴിയുന്ന തരത്തിൽ റിലേറ്റീവ്ലി ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് മൈക്രോ പ്രോസസ്സറിൽ നിന്ന് ചോദിച്ചത്. അപ്പോൾ നമ്മുടെ ക്ലാസ് ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ 8 ക്ലാസ്സുകളാണ് മൈക്രോ പ്രോസസ്സറിന് തന്നിട്ടുള്ളത്. 8 ക്ലാസ്സുകൾ നിങ്ങൾ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാ ക്വസ്റ്റ്യനും വളരെ സിമ്പിളായിട്ട് ആൻസർ ചെയ്യാൻ കഴിയുമായിരുന്നു. ഇനി സിഗ്നൽസ് ആൻഡ് സിസ്റ്റത്തിലേക്ക് വരികയാണെങ്കിൽ അതും റിലേറ്റീവ്ലി ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് സിഗ്നൽസ് ആൻഡ് സിസ്റ്റത്തിൽ ചോദിച്ചത്. ക്വസ്റ്റ്യൻസ് മെയിൻലി ഫോക്കസ് ചെയ്ത് ഫണ്ടമെൻ്റൽ കോൺസെപ്റ്റ്സിൽ മാത്രമാണ്. കോംപ്ലക്സ് ആയിട്ടുള്ള ന്യൂമറിക്കൽസ് ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ബേസിക് സിഗ്നൽ ഓപ്പറേഷൻസും സിഗ്നൽ പ്രോപ്പർട്ടീസും റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു ചോദിച്ചത്. അതായത് ടൈം ഇൻവേരിയൻസ് അല്ലെങ്കിൽ പീരിയോഡിസിറ്റി, ഫണ്ടമെൻ്റൽ പീരീഡ് കണ്ടുപിടിക്കുക, ഇങ്ങനെയൊക്കെയുള്ള ബേസിക് സിഗ്നൽ ഓപ്പറേഷൻസ് അല്ലെങ്കിൽ ഇമ്പൾസ് സിഗ്നലിൻ്റെ ബേസിക് പ്രോപ്പർട്ടീസ്, ഡിലേഡ് സിഗ്നൽ എങ്ങനെയാണ്, ഡിലേഡ് ഇമ്പൾസ് എങ്ങനെയാണ് വരുന്നത്, ഇങ്ങനെയൊക്കെയുള്ള ബേസിക് സിഗ്നൽ ഓപ്പറേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു മെജോറിറ്റിയും ചോദിച്ചത്. ചില ക്വസ്റ്റ്യൻസ് ഒന്ന് ആലോചിച്ച് എഴുതേണ്ട ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ലപ്ലാസ് ട്രാൻസ്ഫോമും ഫൊറിയർ ട്രാൻസ്ഫോമും സെയിം ആയിട്ട് വരുന്ന സിഗ്നൽ ഏതാണ്, പക്ഷെ അത് ചെറുതായിട്ടൊന്ന് ആലോചിച്ചാൽ വളരെ ക്വിക്കായിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആയിരുന്നു. കോംപ്ലക്സ് കാൽക്കുലേഷൻസ് ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. വളരെ ക്വിക്കായിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് മാത്രമാണ് ചോദിച്ചത്. ദെൻ ടൈം സേവിങ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ദെൻ FIR ഫിൽട്ടർ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു. FIR ഫിൽട്ടർ എന്താണ്, IR ഫിൽട്ടർ എന്താണ്, FIR ഫിൽട്ടർ പ്രസൻറ്റ് ആൻഡ് പ്രീവിയസ് ഇൻപുട്സിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ എന്ന FIR ഫിൽട്ടറിൻ്റെ പ്രോപ്പർട്ടി അറിയാമെങ്കിൽ വളരെ ക്വിക്കായിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്ന അതിൻ്റെ ഡിഫറൻസ് ഇക്വേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനും ചോദിച്ചു. അപ്പോൾ റിലേറ്റീവ്ലി വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് സിഗ്നൽസിൽ നിന്ന് ചോദിച്ചത്. ഒരു കോംപ്ലക്സ് കാൽക്കുലേഷനും ആവശ്യമില്ലാത്ത ബേസിക് പ്രോപ്പർട്ടീസും ബേസിക് സിഗ്നൽ ഓപ്പറേഷൻസും അറിയാമെങ്കിൽ ക്വിക്കായിട്ട് ആൻസർ ചെയ്യാൻ കഴിയുന്ന ക്വസ്റ്റ്യൻസ് ആണ് സിഗ്നൽസ് ആൻഡ് സിസ്റ്റത്തിൽ നിന്ന് ചോദിച്ചത്. ആ ടൈം നിങ്ങൾ അവിടെ സേവ് ചെയ്യുകയാണെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു സബ്ജക്റ്റിന് ഉപയോഗിക്കാൻ കഴിയത്തക്ക രീതിയിൽ ടൈം സേവിങ് ചെയ്യാൻ പറ്റുന്ന ഒരു മൊഡ്യൂളായിരുന്നു സിഗ്നൽസ് ആൻഡ് സിസ്റ്റം. ദെൻ ഇലക്ട്രോ മാഗ്നറ്റിക്സിലേക്ക് വരികയാണെങ്കിൽ ഇതും വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇലക്ട്രോ മാഗ്നറ്റിക്സ് ചോദിച്ചത്. നമ്മൾ ഇലക്ട്രോ മാഗ്നറ്റിസം ഡിസ്കസ് ചെയ്യുമ്പോൾ തന്നെ പറഞ്ഞിരുന്നു, കോംപ്ലക്സ് ആയിട്ടുള്ള ന്യൂമറിക്കൽസ് ഒന്നും തന്നെ ഇലക്ട്രോ മാഗ്നറ്റിക്സിൽ നിന്നും ഉണ്ടാവില്ല. കാരണം ഇലക്ട്രോ മാഗ്നറ്റിക്സിലെ ഒരു നല്ല ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ ചെയ്യണമെങ്കിൽ മിനിമം 2 മിനിറ്റ് ടൈം നമുക്കെടുക്കും. അപ്പോൾ ഇവിടെ നമുക്ക് 54 സെക്കൻഡ് കൊണ്ട് ആൻസർ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ബേസിക് ലെവൽ ക്വസ്റ്റ്യൻസ് മാത്രമാണ് ഇലക്ട്രോ മാഗ്നറ്റിക്സിൽ നിന്ന് ചോദിച്ചത്. ഫണ്ടമെൻ്റൽ കോൺസെപ്റ്റ്സും റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ബേസിക് ഇലക്ട്രോ മാഗ്നറ്റിക് ലോ ആയ ബയോസാർബർട്ട്സ് ലോ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ദെൻ ആംബിയർ സർക്യൂട്ടൽ ലോ, അതിൻ്റെയൊക്കെ സ്റ്റേറ്റ്മെൻറ്റ് അറിയാമെങ്കിൽ ഒറ്റ നോട്ടത്തിൽ നമുക്ക് ആൻസർ ചെയ്യാൻ കഴിയുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അതുപോലെ സിമ്പിൾ പാരാമീറ്റർ റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് പ്രൊപ്പഗേഷൻ്റെ അറ്റുനേഷൻ കോൺസ്റ്റൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ, ദെൻ ഫേസ് കോൺസ്റ്റൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, അങ്ങനെ സിമ്പിൾ പാരാമീറ്റർ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. ഈവൻ ഇൻട്രിൻസിക് ഇമ്പിഡൻസ്, ദാറ്റ് ഈസ് E/H ആണ് ഇൻട്രിൻസിക് ഇമ്പിഡൻസ്. അതൊക്കെയുള്ള റിലേറ്റഡ് ആയിട്ടുള്ള നമുക്ക് നോക്കിയാൽ പെട്ടെന്ന് ആൻസർ ചെയ്യാൻ പറ്റുന്ന കേൾ എന്ന് പറയുന്ന ഓപ്പറേഷൻ്റെ ഫിസിക്കൽ സിഗ്നിഫിക്കൻസ്, റൊട്ടേഷൻ എഫക്റ്റ് ഓഫ് എ വെക്ടറാണ് കേൾ സൂചിപ്പിക്കുന്നത് എന്നൊക്കെയുള്ള വളരെ പെട്ടെന്ന് നമുക്ക് ആൻസർ ചെയ്യാൻ കഴിയുന്ന ന്യൂമറിക്കൽസ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും ഇല്ലായിരുന്നു. വളരെ പെട്ടെന്ന് ആൻസർ ചെയ്യാൻ കഴിയുന്ന ടൈപ്പ് സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ് ഇലക്ട്രോ മാഗ്നറ്റിക്സിൽ നിന്ന് ചോദിച്ചേക്കുന്നത്. വളരെ ക്വിക്കായിട്ട് നമുക്ക് എല്ലാ ക്വസ്റ്റ്യൻസും ആൻസർ ചെയ്യാൻ കഴിയുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്.
ഇലക്ട്രോമാഗ്നറ്റിക്സിൽ നിന്ന് ചോദിച്ചത്. ഇവൻ പോയിന്റിംഗ് വെക്ടറും ചോദിച്ചു. പക്ഷേ പോയിന്റിംഗ് വെക്ടറിൻ്റെ ഫിസിക്കൽ സിഗ്നിഫിക്കൻസ് എന്താണ് നമ്മൾ പോയിന്റിംഗ് വെക്ടർ എന്നുള്ള ഒരു കോൺസെപ്റ്റ് പഠിക്കുന്നത്, അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, അല്ലാതെ ഒരു ന്യൂമറിക്കൽസിലേക്കും പോയിട്ടില്ല. സോ റിലേറ്റീവ്ലി വളരെ ഈസി ആയിട്ട് 10 മാർക്കും സ്കോർ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇലക്ട്രോമാഗ്നറ്റിക്സിൽ നിന്ന് ചോദ്യങ്ങൾ ചോദിച്ചേക്കുന്നത്. ഇനി നിങ്ങൾ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിലേക്ക് വരികയാണെങ്കിൽ, കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ഒരു മോഡറേറ്റ് കോംപ്ലക്സിറ്റി ആയിരുന്നു കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിലെ ക്വസ്റ്റ്യൻസിന് ഉണ്ടായിരുന്നത്. ഇവിടെ കോൺസെപ്റ്റൽ ക്വസ്റ്റ്യൻസും ഉണ്ടായിരുന്നു, ഒപ്പം ന്യൂമറിക്കൽ പ്രോബ്ലം സോൾവിങ് ക്വസ്റ്റ്യൻസും ഉണ്ടായിരുന്നു. അപ്പം കൂടുതൽ ക്വസ്റ്റ്യൻസും നിങ്ങൾ നോക്കുകയാണെങ്കിൽ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിൽ അനലോഗ് സർക്യൂട്ട്സ് പറഞ്ഞതുപോലെ തന്നെ കൂടുതൽ ക്വസ്റ്റ്യൻസും ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് ആയിരുന്നു കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിൽ. അതിൽ വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ള ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് ഒന്നും ഇല്ലായിരുന്നു. ബട്ട് സ്റ്റിൽ 54 സെക്കൻഡ് സമയം കൊണ്ട് നന്നായി പ്രിപ്പയർ ചെയ്തവർക്ക് മാത്രം ആൻസർ ചെയ്യാൻ കഴിയുന്ന ടൈപ്പ് ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ്, അല്ലെങ്കിൽ ചിലപ്പോൾ 1 മിനിറ്റോ 1.5 മിനിറ്റോ ഒക്കെ പല ക്വസ്റ്റ്യൻസും ആൻസർ ചെയ്യാൻ സമയം എടുക്കുന്ന ടൈപ്പ് ടൈം കൺസ്യൂമിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിൽ നിന്ന് ചോദിച്ചത്. അതുപോലെ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിൽ നിന്നും അനലോഗ് സർക്യൂട്ട്സിൽ ചോദിച്ചതുപോലെ ധാരാളം സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിരുന്നു. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമ്മൾ ഓരോ സ്റ്റേറ്റ്മെൻറ്റും വായിച്ച് അനലൈസ് ചെയ്യേണ്ടി വരും. അപ്പോൾ അവിടെയും നമ്മൾ മൾട്ടിപ്പിൾ ട്രൂ സ്റ്റേറ്റ്മെൻറ്റ്സ്, അല്ലെങ്കിൽ 4 സ്റ്റേറ്റ്മെൻറ്റും ട്രൂ ആയിട്ട് വരുന്ന ഡെൽറ്റ മോഡുലേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ, ഇങ്ങനെ നമ്മുടെ AMഉം SSBയും DSBയും ഒക്കെ റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ വരുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിൽ നിന്ന് ചോദിച്ചു. ഈവൻ നമ്മുടെ BPSKയുടെ കോൺസ്റ്റലേഷൻ ഡയഗ്രാമായിട്ട് റിലേറ്റഡ് ചെയ്തിട്ടുള്ള ഒരു ഗ്രാഫിക്കൽ ക്വസ്റ്റ്യനും കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിൽ നിന്ന് ചോദിച്ചു. പക്ഷേ ഈ ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്താണ്. ദെൻ ഹാമിംഗ് കോഡ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു. ഹാമിംഗ് കോഡിൻ്റെ ഫോർമേഷൻ ഡിജിറ്റൽ ഇലക്ട്രോണിക്സിൽ പഠിച്ചിട്ടുള്ള ഒരാൾക്ക് ആലോചിച്ചാൽ മാത്രം ആൻസർ ചെയ്യാൻ കഴിയുന്ന ഒരു ക്വസ്റ്റ്യൻ ഹാമിംഗ് കോഡ് റിലേറ്റഡ് ആയിട്ട് ചോദിച്ചു. അതിൽ എത്ര ഡേറ്റാ ബിറ്റ്സ് ഉണ്ട്, എത്ര 10 പാരിറ്റി ബിറ്റ് ഉണ്ടെങ്കിൽ എത്ര മെസ്സേജ് ബിറ്റ്സ് ഉണ്ട് തുടങ്ങിയായിട്ടുള്ള ഒരു ഹാമിംഗ് കോഡ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിൽ ചോദിച്ചു. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം നിങ്ങൾ അനലൈസ് ചെയ്യുകയാണെങ്കിൽ ഒരു മോഡറേറ്റ് കോംപ്ലക്സിറ്റി ഉള്ള ക്വസ്റ്റ്യൻസ് ആണ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിൽ നിന്ന് ചോദിച്ചത്. ടൈം കൺസ്യൂമിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിൽ ഉണ്ടായിരുന്നത്. ഇനി നിങ്ങൾ സെൻസേഴ്സ് ആൻഡ് ട്രാൻസ്ഡ്യൂസേഴ്സിലേക്ക് വരികയാണെങ്കിൽ, സോ ഡിഫിക്കൽറ്റി ലെവൽ നോക്കുകയാണെങ്കിൽ ഇതും മോഡറേറ്റ് കോംപ്ലക്സിറ്റി ഉള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചത്. അപ്പോൾ കോൺസെപ്ച്വൽ ന്യൂമറിക്കൽ പ്രോബ്ലം സോൾവിങ് സ്കിൽസ് ചെക്ക് ചെയ്യുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അറൗണ്ട് ടോട്ടൽ 20 ക്വസ്റ്റ്യൻസ് ആണ് ഈ മൊഡ്യൂളിൽ നിന്നുണ്ടായിരുന്നത്. അതിനകത്ത് ഏകദേശം 7 to 8 ക്വസ്റ്റ്യൻസ് ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ബാക്കിയുള്ള ക്വസ്റ്റ്യൻസും കോൺസെപ്റ്റൽ നോളജ് ചെക്ക് ചെയ്യുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അതായത് ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ്, കുറച്ച് സമയമെടുത്ത് വായിച്ച് ചെയ്യാൻ കഴിയുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അത് വളരെ ഈസി ആയിട്ട് നമുക്ക് അങ്ങ് ആൻസർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആയിരുന്നില്ല സെൻസേഴ്സ്, ട്രാൻസ്ഡ്യൂസേഴ്സ് ആൻഡ് പബ്ലിക് അഡ്രസ്സിംഗ് സിസ്റ്റത്തിൽ നിന്ന് ചോദിച്ചേക്കുന്നത്. ഒന്നാമത് ഇത് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ പഠിച്ച ആൾക്കാരുടെ ഏരിയ അല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ ക്വിക്കായിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻ അല്ലായിരുന്നു. എങ്കിലും കഴിഞ്ഞ ഇലക്ട്രോണിക്സ് ഇൻസ്ട്രുമെൻറ്റേഷൻ ബാച്ചിൻ്റെ പോളി ലെക്ചർ എക്സാമിൻ്റെ ക്വസ്റ്റ്യനെ അപേക്ഷിച്ച് സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു. അത്യാവശ്യം സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചത്. ക്വിക്കായിട്ട് ആൻസർ ചെയ്യാൻ കഴിയില്ല, ഒന്ന് വായിച്ച് മനസ്സിരുത്തി നോക്കിയാൽ മാത്രം ആൻസർ ചെയ്യാൻ കഴിയുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു കൂടുതൽ ക്വസ്റ്റ്യൻസ്. അതുപോലെ ഒരു പെർഫെക്റ്റ് ബ്ലെൻഡ് ഓഫ് ന്യൂമറിക്കൽ ആൻഡ് കോൺസെപ്ച്വൽ ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ആവശ്യത്തിന് ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസും ഒക്കെ ചോദിച്ച ഒരു ഏരിയയാണ് സെൻസേഴ്സ് ആൻഡ് ട്രാൻസ്ഡ്യൂസേഴ്സ്. അത് കുറച്ച് കോംപ്ലക്സ് ആയിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഇനി പവർ സിസ്റ്റത്തിലേക്ക് വരികയാണെങ്കിൽ, പവർ സിസ്റ്റത്തിൽ ന്യൂമറിക്കൽസ് വളരെ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. 2 സിമ്പിൾ ന്യൂമറിക്കൽ ഡയറക്റ്റായിട്ട് ഇക്വേഷൻ അപ്ലൈ ചെയ്ത് ചെയ്യാൻ കഴിയുന്ന 2 സിമ്പിൾ ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസേ പവർ സിസ്റ്റത്തിൽ നിന്ന് ചോദിച്ചുള്ളൂ. പക്ഷേ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ്, അസേർഷൻ റീസണിങ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് വളരെയധികം പവർ സിസ്റ്റത്തിൽ ചോദിച്ചു. അപ്പോൾ ബാക്കിയുള്ള 8 ക്വസ്റ്റ്യനിൽ മെജോറിറ്റി ക്വസ്റ്റ്യൻസും അസേർഷൻ റീസണിങ് ടൈപ്പ് ക്വസ്റ്റ്യൻസും, അതുപോലെ മാച്ച് ദ ലിസ്റ്റ്, 2 ലിസ്റ്റ് തന്നിട്ട് അവരെ തമ്മിൽ മാച്ച് ചെയ്യുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസും, അതൊക്കെ കുറച്ച് ഒന്ന് വായിച്ച് നോക്കാനുള്ള സമയം ആവശ്യമാണ്. ചിലപ്പോൾ 54 സെക്കൻഡിലധികം ആവശ്യമായിട്ട് വരുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചത്. അതുകൊണ്ട് തന്നെ ഇതിന് നമുക്ക് ക്വസ്റ്റ്യൻ്റെ കോംപ്ലക്സിറ്റി മാത്രം വെച്ചിട്ടല്ല, നമുക്ക് ആ ലിമിറ്റഡ് ടൈമിനുള്ളിൽ എല്ലാവർക്കും ചെയ്യാൻ കഴിയുമോ എന്നുള്ള കാര്യവും കൂടെ വെച്ച് നോക്കുമ്പോൾ ഒരു മോഡറേറ്റ് കോംപ്ലക്സിറ്റിയാണ് പവർ സിസ്റ്റം ക്വസ്റ്റ്യൻസിനും നമുക്ക് അസൈൻ ചെയ്യാൻ കഴിയുന്നത്. അപ്പോൾ മൊത്തത്തിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ 1, 2, 3 മൊഡ്യൂൾസ് വളരെ ഈസി ആയിരുന്നു. 2-3 മൊഡ്യൂൾസ് കുറച്ച് ഡിഫിക്കൽട്ടായിരുന്നു. ഇപ്പോൾ അനലോഗ് സർക്യൂട്ട്സ് നോക്കുകയാണെങ്കിൽ
ക്വസ്റ്റ്യൻ്റെ ഡിഫിക്കൽട്ടി അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, സമയം കൂടെ വെച്ചിട്ട് നോക്കുമ്പോൾ കുറച്ച് ഡിഫിക്കൽട്ട് ആയിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അതുപോലെ കമ്മ്യൂണിക്കേഷൻ നോക്കുകയാണെങ്കിൽ എല്ലാ ക്വസ്റ്റ്യൻസും നമ്മുടെ ക്ലാസ് അറ്റൻഡ് ചെയ്ത ഒരാൾക്ക് ആൻസർ ചെയ്യാൻ കഴിയും. ബട്ട് ആ ലിമിറ്റഡ് ടൈമിനുള്ളിൽ ആൻസർ ചെയ്യണമെങ്കിൽ നല്ല പ്രാക്ടീസ് ആവശ്യമാണ്. അതുപോലെ സെൻസേഴ്സ് ആൻഡ് ട്രാൻസ്ഡ്യൂസേഴ്സ് നോക്കുകയാണെങ്കിൽ ആ ലിമിറ്റഡ് ടൈമിനുള്ളിൽ ആ ക്വസ്റ്റ്യൻസ് എല്ലാം ആൻസർ ചെയ്യാൻ നല്ല പ്രാക്ടീസ് ആവശ്യമാണ്. ഈവൻ പവർ സിസ്റ്റത്തിൻ്റെ കേസും അത് തന്നെയാണ്. ബാക്കിയുള്ള മൊഡ്യൂൾസൊക്കെ റിലേറ്റീവ്ലി വളരെ എളുപ്പമായിട്ടാണ് ചോദിച്ചത്. അപ്പോൾ പ്രാക്ടീസാണ് ഇതിനകത്തെ ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ. നല്ല പ്രാക്ടീസ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഫുൾ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യുന്ന കാര്യമാണ് ഈ പറയുന്നത്. അപ്പോൾ ഒരു മൊഡ്യൂളിൽ നിന്ന് 10 ക്വസ്റ്റ്യനിൽ ഒരു 7 ക്വസ്റ്റ്യനൊക്കെ നമുക്ക് വളരെ ക്വിക്കായിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. പക്ഷേ 10 ക്വസ്റ്റ്യനും ആൻസർ ചെയ്യണമെങ്കിൽ നല്ല പ്രാക്ടീസ് ആവശ്യമായിട്ട് വന്നു. അപ്പോൾ ഇനി ഇപ്രാവശ്യത്തെ ഈ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസിൽ നിന്നും നമുക്ക് കിട്ടിയ ചെക്ക് പോയിന്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ നോർമൽ ലെവലിൽ നിന്ന്, അപ്പോൾ ഇതിന് മുമ്പുള്ള എക്സാമുമായിട്ട് പരിശോധിക്കുമ്പോൾ ഇലക്ട്രോണിക്സിന് മുമ്പ് നടന്ന ഡിഗ്രി ലെവൽ എക്സാംസുമായിട്ട് പരിശോധിക്കുമ്പോൾ ഇതിൻ്റെ ക്വസ്റ്റ്യൻ സ്റ്റാൻഡേർഡ് കുറച്ച് ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും. അതുപോലെ ക്വസ്റ്റ്യൻ്റെ പാറ്റേണിലും മാറ്റം വന്നിട്ടുണ്ട്. സാധാരണയിൽ കൂടുതലായിട്ട് സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ്, ഗ്രാഫിക്കൽ ക്വസ്റ്റ്യൻസ്, അതുപോലെ പ്രാക്ടിക്കൽ സർക്യൂട്ട് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടെന്ന് കാണാം. ഇതെല്ലാം നമ്മൾ അനലൈസ് ചെയ്യുന്നത് 2021 നടന്ന പോളി ലെക്ചർ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറുമായിട്ട് തട്ടിച്ച് നോക്കുമ്പോൾ കൂടുതലായിട്ട് സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ്, ഗ്രാഫിക്കൽ ടൈപ്പ്, പ്രാക്ടിക്കൽ സർക്യൂട്ട് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഇത്തവണ നടന്ന എക്സാമിന് ചോദിച്ചിട്ടുണ്ടെന്ന് കാണാം. അതുപോലെ ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസിൻ്റെ എണ്ണം കൂട്ടിയിട്ടുണ്ട്. അതുപോലെ എല്ലാ മൊഡ്യൂളിനും അവരുടെ വെയിറ്റേജ് അനുസരിച്ചുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതായത് അവരുടെ വെയിറ്റേജ് 10 മാർക്കാണെങ്കിൽ 10 ക്വസ്റ്റ്യൻസ് ആണ് എല്ലാ മൊഡ്യൂളിൽ നിന്നും ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ അതിൽ തന്നെ നമുക്ക് പോളിയുടെ എക്സാമിനും പ്രതീക്ഷിക്കാം. എത്ര മാർക്കാണോ ഓരോ മൊഡ്യൂളിനും പറഞ്ഞിരിക്കുന്നത് ആ വെയിറ്റേജിന് അനുസരിച്ചുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും അവിടെ ചോദിച്ചേക്കുന്നത്. അതുപോലെ നമ്മൾ ക്വസ്റ്റ്യൻസ് നോക്കുവാണെങ്കിൽ ദർ ഇസ് എ ഗുഡ് ബാലൻസ് ബിറ്റ്വീൻ കോൺസെപ്റ്റ് ആൻഡ് ന്യൂമറിക്കൽ അനാലിസിസ് ക്വസ്റ്റ്യൻസ്. അപ്പോൾ പണ്ടൊക്കെ കൂടുതലും കോൺസെപ്റ്റ് ബേസ്ഡ് അല്ലെങ്കിൽ തിയററ്റിക്കൽ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു. പക്ഷേ ഇപ്പോൾ ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് കൂടെ അതിൻ്റെ കൗണ്ട് കൂടെ കൂട്ടി അതൊരു പെർഫെക്റ്റ് ബാലൻസിൽ വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാ ക്വസ്റ്റ്യൻസും ലിമിറ്റഡ് ടൈമിലുള്ള ആൻസർ ചെയ്യണമെങ്കിൽ ഇറ്റ് ടേക്സ് എ ലോട്ട് ഓഫ് പ്രാക്ടീസ് ടു ആൻസർ all these questions in limited time. Good preparation is necessary to answer 60+ questions. അതായത് ഒരു 60-ലധികം ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഇതിനകത്ത് കറക്റ്റായിട്ട് ആൻസർ ചെയ്യണമെങ്കിൽ നിങ്ങൾ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്ത ഒരാൾക്ക് ആ ലിമിറ്റഡ് ടൈമിനുള്ളിൽ 60-ലധികം ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ അതിന് അടുത്തൊക്കെ നമുക്ക് സ്കോർ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നല്ല മാർക്ക് തന്നെയാണ്. നമുക്കത് അങ്ങനെ തന്നെ പ്രതീക്ഷിക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ ബേസിൽ നിങ്ങൾ പോളി ലെക്ചർ എക്സാം ഓഗസ്റ്റ് 29 വരുന്ന, അതായത് ഇനി 30 ദിവസങ്ങൾക്ക് ശേഷം വരുന്ന പോളി ലെക്ചർ എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഇതിൻ്റെ ബേസിൽ നിങ്ങൾ ഫോളോ ചെയ്യേണ്ട കുറച്ച് സ്ട്രാറ്റജീസ് ആണ് നമ്മൾ പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ പേപ്പർ പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും എത്രയാണോ വെയിറ്റേജ് ഓരോ മൊഡ്യൂളിൽ നിന്നും പറഞ്ഞേക്കുന്നത് ആ വെയിറ്റേജിനനുസരിച്ചുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ പോളി സിലബസ് നിങ്ങൾ പരിശോധിക്കുമ്പോൾ അതിലെ വെയിറ്റേജ് നിങ്ങൾ പരിശോധിക്കുമ്പോൾ അനലോഗ് സർക്യൂട്ട്സിൽ നിന്ന് 20 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ചോദിക്കും. ഡിജിറ്റൽ സർക്യൂട്ട്സിൽ നിന്ന് 20 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ചോദിക്കും. ദെൻ ലീനിയർ ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട്സിൽ നിന്ന് 20 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ചോദിക്കും. ദെൻ കമ്മ്യൂണിക്കേഷനിൽ നിന്ന് 18 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ചോദിക്കും. സോ ഈ 4 സബ്ജക്റ്റുകൾ നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കുകയാണെങ്കിൽ ഏകദേശം 78% ക്വസ്റ്റ്യൻസും ആൻസർ ചെയ്യാൻ ഈ 4 മൊഡ്യൂൾ കൃത്യമായിട്ട് പഠിച്ചാൽ മതി. ദെൻ പവർ ഇലക്ട്രോണിക്സിൽ നിന്ന് 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യനും എസെൻഷ്യൽസ് ഓഫ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിൽ നിന്ന് 12 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ്. അത് തന്നെ ഞാൻ ഓൾറെഡി പോളിയുടെ 40 ഡേയ്സ് സ്റ്റഡി പ്ലാൻ പറഞ്ഞപ്പോൾ പറഞ്ഞിട്ടുണ്ട്. എസെൻഷ്യൽസ് ഓഫ് ഇലക്ട്രോണിക്സിൽ പഠിക്കുന്ന പല കാര്യങ്ങളും നമ്മൾ ഈ മൊഡ്യൂളുകളിലൊക്കെ പഠിക്കുന്ന കാര്യം തന്നെയാണ്. അപ്പോൾ ഈ ഒരു 4 മൊഡ്യൂളിലാണ് നിങ്ങൾ മെയിനായിട്ടും ഫോക്കസ് ചെയ്യേണ്ടത്. അതിൽ തന്നെ ഇപ്പോൾ നിങ്ങൾ പഠിച്ചത് വെച്ച് നോക്കുമ്പോൾ ന്യൂമറിക്കൽസ് ഒക്കെ കൂടുതലായിട്ടും വരുന്നത് ഏത് ഭാഗത്തു നിന്നാണ്? അനലോഗ് ഇലക്ട്രോണിക്സിൽ നിന്നും അതുപോലെ ലീനിയർ ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട്സിൽ നിന്നും. അപ്പോൾ ഈ ഭാഗം നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്ത് പഠിച്ചാൽ മാത്രമേ മാക്സിമം മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ കഴിയുള്ളൂ. അപ്പം ഞാൻ ഈ പറയുന്ന ഒരു കാര്യം നിങ്ങൾ ഇപ്പോൾ പഠിച്ചേക്കുന്നത് എന്തോ ആയിക്കോട്ടെ, ഇനി നിങ്ങളുടെ ഡെപ്ത് ഓഫ് പ്രിപ്പറേഷൻ കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് കൂടുതലായിരിക്കണം ഇത്തവണ എന്ന് നമ്മൾ ഈ പ്രിപ്പറേഷൻ തുടങ്ങിയ സമയത്ത് തന്നെ പറയുന്നുണ്ട്. അത് എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നതെന്ന് ഇപ്പോൾ എക്സാം എഴുതി കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും. നേരത്തേനേക്കാൾ ക്വസ്റ്റ്യൻ ലെവൽ ഉയർത്തിയിട്ടുണ്ട്. ഇനി നോക്കി,
ഡെപ്ത് ഓഫ് പ്രിപ്പറേഷൻ ഇമ്പ്രൂവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ, നിങ്ങൾ സ്ട്രോങ് ആയിട്ടുള്ള കോൺസെപ്ച്വൽ ക്ലാരിറ്റിയും ന്യൂമറിക്കൽ എബിലിറ്റിയും ഈ ഭാഗങ്ങളിൽ നിന്ന് അറ്റ്ലീസ്റ്റ് ഈ ഇമ്പോർട്ടൻറ്റ് വെയിറ്റേജ് ഉള്ള ഏരിയയിൽ നിന്നെങ്കിലും ഡെവലപ്പ് ചെയ്യണം. അപ്പോൾ നിങ്ങൾ സിലബസിൻ്റെ ഓരോ കോർണറും നോക്കി പഠിക്കുന്നതിന് പകരം കുറച്ചുകൂടി ബെറ്റർ സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഈ 4 മൊഡ്യൂള് വളരെ കറക്റ്റായിട്ട് പഠിക്കുക എന്നുള്ളതാണ്. ഈ 4 മൊഡ്യൂളിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യണം. നിങ്ങൾ സിലബസിലെ ഏതെങ്കിലും ഒരു ചെറിയ വേർഡിലേക്കൊക്കെ പോകുന്നതിന് മുമ്പ് ഇനി നമുക്കുള്ള 30 ദിവസത്തിൽ നിങ്ങൾ കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് നിങ്ങൾ പഠിച്ച ഈ 4 മൊഡ്യൂളിലെ പോർഷനിൽ നിന്നുള്ള റിവിഷനാണ് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത്. ഒപ്പം നിങ്ങൾ സിലബസിലെ എല്ലാ ഭാഗങ്ങളും പഠിക്കണ്ട എന്നല്ല പറയുന്നത്, പക്ഷേ അത് പഠിക്കാനായിട്ട് ഈ പഠിച്ച പോർഷൻസിൻ്റെ റിവിഷൻ നിങ്ങൾ മാറ്റിവെക്കരുത്. ഇത് നന്നായിട്ട് റിവൈസ് ചെയ്ത് ഇതിനകത്തുനിന്ന് മാക്സിമം പ്രാക്ടീസ് ടെസ്റ്റുകൾ അറ്റംപ്റ്റ് ചെയ്ത് മാക്സിമം ക്വസ്റ്റ്യൻസ് ലിമിറ്റഡ് ടൈമിനുള്ളിൽ ആൻസർ ചെയ്യാൻ ഉള്ള കേപ്പബിലിറ്റി ഡെവലപ്പ് ചെയ്താൽ മാത്രമേ നമുക്ക് മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ നമ്മൾ AEയുടെ എക്സാമിൻ്റെ ബേസിൽ നമ്മൾ പറയുന്ന ഒരു 60-70 ക്വസ്റ്റ്യൻസ് ഒക്കെ ആൻസർ ചെയ്യാൻ പറഞ്ഞാൽ നമ്മളൊരു സേഫ് സോണിലാണ് എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ അത്രയും ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ ഈ 4 മൊഡ്യൂൾ മതി. ആക്ച്വലി ആ 4 മൊഡ്യൂൾ നന്നായിട്ട് പഠിക്കണം. അപ്പോൾ ആ 4 മൊഡ്യൂൾ റിവൈസ് ചെയ്യാനുള്ള സമയമാണ് ഇനിയുള്ള 30 ദിവസം. അതിൻ്റെ റിവിഷനിലായിരിക്കണം നിങ്ങൾ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത്. സിലബസിലെ ഏതെങ്കിലും ഒരു ന്യൂക്ക് ആൻഡ് കോർണർ നിങ്ങൾ പഠിച്ചില്ലെങ്കിലും ഇറ്റ്സ് ഫൈൻ. അതിനകത്തുനിന്ന് മാക്സിമം 1-2 ക്വസ്റ്റ്യൻസ് ചോദിക്കും. പക്ഷെ നമ്മൾ പഠിച്ച പോർഷൻസ് വ്യക്തമായിട്ട് പഠിക്കുകയാണെങ്കിൽ അതിൽ നിന്ന് നമുക്ക് അതിൽ കൂടുതൽ ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ ആൻസർ ചെയ്യാൻ കഴിയും. അപ്പോൾ നമ്മുടെ ഫോക്കസ് എന്ന് പറയുന്നത് 100% മാർക്ക് സ്കോർ ചെയ്യുക എന്നുള്ളതല്ല, നമ്മുടെ ഒപ്പം ഓടുന്നവരെക്കാൾ ഉയർന്ന മാർക്ക് സ്കോർ ചെയ്യുക എന്നുള്ളതാണ്. അപ്പം നമുക്ക് മാക്സിമം മാർക്ക് സ്കോർ ചെയ്യുക എന്നുള്ളതാണ്, അല്ലാതെ 100 മാർക്കും സ്കോർ ചെയ്യുക എന്നുള്ളതല്ല നമ്മുടെ ഫോക്കസ്. അപ്പോൾ ഈ എഴുതുന്നവരിൽ മുൻപന്തിയിലേക്ക് എത്തുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. അതിന് ഏറ്റവും നല്ല സ്ട്രാറ്റജി, ഏറ്റവും ഇമ്പോർട്ടൻറ്റ് വെയിറ്റേജ് ഉള്ള ഏരിയാസ് ഐഡൻറ്റിഫൈ ചെയ്ത് അവിടെ കൂടുതൽ ടൈം ഇൻവെസ്റ്റ് ചെയ്ത് അവിടെ നിന്ന് മാക്സിമം ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു പ്രിപ്പറേഷൻ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ കോൺസെപ്റ്റ്സ് മാത്രം പോരാ, കോൺസെപ്റ്റ്സും ഒപ്പം ന്യൂമറിക്കൽ എബിലിറ്റി നിങ്ങൾ ഡെവലപ്പ് ചെയ്യണം. കാരണം ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസിൻ്റെ എണ്ണം കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് ന്യൂമറിക്കൽ എബിലിറ്റി എങ്ങനെയാണ് നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നത്, അതിന് നിങ്ങൾ പ്രാക്ടീസ് ടെസ്റ്റ് നിർബന്ധമായിട്ട് എഴുതണം. ടെസ്റ്റ് സീരീസ് നിർബന്ധമായിട്ട് അറ്റൻഡ് ചെയ്യണം. ആ ടെസ്റ്റ് സീരീസിലൂടെ മാത്രമേ നിങ്ങൾക്ക് ലിമിറ്റഡ് ടൈമിനുള്ളിൽ മാക്സിമം ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാനുള്ള എബിലിറ്റി ഡെവലപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി നോക്കിയേ, നിങ്ങൾ ഇനിയുള്ള സമയം നിങ്ങൾ ചെയ്യേണ്ടത് ഇതാണ്: പാരലൽ റിവിഷൻ. നിങ്ങൾ പഠിച്ചിരിക്കുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയയുടെ പാരലൽ റിവിഷൻ നടത്തുക. ദെൻ ഒപ്പം ബാക്കിയുള്ള പോർഷൻസ് പ്രിപ്പയർ ചെയ്യുകയും ചെയ്യുക. അപ്പോൾ ആ ബാക്കിയുള്ള പോർഷൻസ് പ്രിപ്പയർ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് ഈ ഹൈ വെയിറ്റേജ് ഏരിയയുടെ റിവിഷനും അവിടുത്തെ നിങ്ങളുടെ കോൺസെപ്റ്റ്സും ന്യൂമറിക്കൽ എബിലിറ്റിയും ബിൽഡ് ചെയ്യുന്നതിനുമായിരിക്കും. കൂടുതൽ സ്ട്രോങ് ആയിട്ട് മാറ്റുന്നതിനുമായിരിക്കും കൂടുതൽ സമയം നിങ്ങൾ കൊടുക്കേണ്ടത്. ഇപ്പം നമ്മൾ നേരത്തെ ഈ എക്സാം നോക്കുകയാണെങ്കിൽ ഇപ്പോൾ EMD റിലേറ്റഡ് ആയിട്ടുള്ള എക്സാം EMD റിലേറ്റഡ് ആയിട്ട് നോക്കുകയാണെങ്കിൽ EMDയിലെ എല്ലാ ഏരിയയിൽ നിന്നും ക്വസ്റ്റ്യൻസ് ചോദിച്ചോ? ഇല്ല. ഇപ്പോൾ നമ്മുടെ കോർഡിനേറ്റ് സിസ്റ്റം നോക്കുകയാണെങ്കിൽ ആ ഒരു സിമ്പിൾ ക്വസ്റ്റ്യനാണ് ചോദിച്ചത്. ഒരു പോയിന്റ് ചാർജിൻ്റെ കാര്യങ്ങൾ അനലൈസ് ചെയ്യാൻ ഏത് കോർഡിനേറ്റ് സിസ്റ്റമാണ് നിങ്ങൾ ഉപയോഗിക്കുന്നത്. അല്ലാതെ നമ്മൾ നോക്കുമ്പോൾ കോർഡിനേറ്റ് സിസ്റ്റം ഒരു കോർഡിനേറ്റ് സിസ്റ്റത്തിൽ നിന്ന് വേറൊരു കോർഡിനേറ്റ് സിസ്റ്റത്തിലേക്കുള്ള കൺവേർഷൻ, അതിൻ്റെ പാരാമീറ്റർ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ EMD പഠിക്കാനുണ്ട്. പക്ഷേ ചോദിച്ചത് എന്താണ്? ഒരു സിമ്പിൾ ക്വസ്റ്റ്യനാണ് അതിനകത്തുനിന്ന് ചോദിച്ചത്. അതുപോലെ നമ്മൾ ബൗണ്ടറി കണ്ടീഷൻസ് വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു, അതിൽ നിന്നും ഒരു ചോദ്യവും ചോദിച്ചില്ല. എന്നാൽ ബേസിക് സിമ്പിൾ കാര്യങ്ങളാണ് കൂടുതലും ചോദിച്ചത്. അതുപോലെ നിങ്ങൾ പല സബ്ജക്റ്റുകളും അനലൈസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ഹൈ വെയിറ്റേജ് ഏരിയ ഉള്ള സബ്ജക്റ്റുകൾക്ക് മാക്സിമം ഫോക്കസ് കൊടുത്ത് മാക്സിമം ക്വസ്റ്റ്യൻസ് അവിടുന്ന് ആൻസർ ചെയ്യാൻ കഴിയുന്ന ഒരു പ്രിപ്പറേഷൻ സ്ട്രാറ്റജി നിങ്ങൾ ഫോളോ ചെയ്യുക. അല്ലാതെ ഓരോ ഏരിയയും നിങ്ങൾ അരിച്ചു പറക്കി പഠിക്കേണ്ടെന്നല്ല, പഠിക്കണം. പക്ഷേ അതിനു വേണ്ടിയിട്ട് ഇതിൻ്റെ പ്രാക്ടീസ് അല്ലെങ്കിൽ റിവിഷൻ മാറ്റി വെക്കരുത് എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ എല്ലാം വെളിച്ചത്തിൽ ഒരു പ്രോപ്പറായിട്ടുള്ള സ്റ്റഡി പ്ലാൻ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി വരുന്ന 30 ദിവസം കൊണ്ട് ലെക്ചർ ഇൻ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് എക്സാം നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ കഴിയും. സോ AE എക്സാമിൻ്റെ ഒരു ഡീറ്റെയിൽഡ് അനാലിസിസ് നമ്മൾ നടത്തി. അതിൽ നിന്ന് നമുക്ക് കുറച്ചധികം ഇൻഫറൻസുകൾ ഗെയിൻ ചെയ്യാൻ കഴിഞ്ഞു. ക്വസ്റ്റ്യൻസിൻ്റെ ലെവൽ കുറച്ചുകൂടി ഉയർത്തിയിട്ടുണ്ട്. വെയിറ്റേജിനനുസരിച്ച് തന്നെയാണ് എല്ലാ മൊഡ്യൂളിൽ നിന്നും ക്വസ്റ്റ്യൻസ് ചോദിച്ചിരിക്കുന്നത്. ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസിൻ്റെ എണ്ണം കൂട്ടിയിട്ടുണ്ട്. സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് വളരെയധികം കൂടിയിട്ടുണ്ട്. അപ്പോൾ ചില മൊഡ്യൂൾസൊക്കെ ഈസി ആണെങ്കിലും മറ്റു ചില മൊഡ്യൂൾസുകളൊക്കെ ടൈം കൺസ്യൂമിംഗ് ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ വളരെ ക്വിക്കായിട്ട് ആൻസർ ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്.
സോ AE എക്സാമിന് ഒരു 60+ ക്വസ്റ്റ്യൻസ് ഒക്കെ ആൻസർ ചെയ്താൽ നിങ്ങൾ സേഫ് ആണ് എന്ന് നമുക്ക് കണക്ക് കൂട്ടാം. പക്ഷേ AE എക്സാമിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്സാമാണ് August 29 വരുന്ന ലെക്ചർ ഇൻ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് എക്സാം. ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയാൻ കാര്യം, നിങ്ങൾ നമ്പർ ഓഫ് വേക്കൻസീസ് ഒക്കെ പരിശോധിക്കുകയാണെങ്കിൽ AE എക്സാമിനെ അപേക്ഷിച്ച് വളരെ കൂടുതൽ വേക്കൻസി വരാൻ സാധ്യതയുള്ള ബിടെക് ഇലക്ട്രോണിക്സ് ഗ്രാജുവേറ്റിനെ സംബന്ധിച്ച് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏറ്റവും അധികം ജോലി സാധ്യതയുള്ള ഒരു ടെക്നിക്കൽ PSC എക്സാമാണ് ലെക്ചർ ഇൻ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് എക്സാം. അപ്പോൾ ഇതിൻ്റെ മുൻ വർഷങ്ങളിലെ അഡ്വൈസ് നിങ്ങൾ ഈ 2 പോസ്റ്റിനെയും പരിശോധിച്ചാൽ നിങ്ങൾക്ക് ഇത് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് എത്രത്തോളം വലിയ സാധ്യതയാണ് നിങ്ങൾക്ക് തുറന്നു തരുന്നതെന്ന് കാണാൻ കഴിയും. അപ്പോൾ നമുക്ക് ഇവിടെ നമ്മൾ പ്രിലിംസ് ആയിട്ട് കണ്ട AE എക്സാമിൻ്റെ അനാലിസിസിൽ നിന്നും ഗെയിൻ ചെയ്ത ഇൻഫർമേഷൻസ് ഉപയോഗിച്ച് ഒരു പ്രോപ്പറായിട്ടുള്ള സ്റ്റഡി പ്ലാൻ ഡെവലപ്പ് ചെയ്ത് ഇനിയുള്ള 30 ഡേയ്സ് എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു എക്സാം അനാലിസിസ് നടത്തിയത്. ഹൈ വെയിറ്റേജ് ഏരിയയിൽ കൂടുതലായി ഫോക്കസ് ചെയ്യുക, ലിമിറ്റഡ് ടൈമിനുള്ളിൽ മാക്സിമം ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാനുള്ള പ്രാക്ടീസ് നിങ്ങൾ ഡെവലപ്പ് ചെയ്യുക. ഇതൊക്കെയാണ് നമുക്ക് ഇതിനകത്തുനിന്ന് കിട്ടിയ ഏറ്റവും വലിയ ഇൻഫറൻസ്. സോ ടെസ്റ്റ് സീരീസുകൾ നിങ്ങൾ മസ്റ്റായിട്ടും അറ്റൻഡ് ചെയ്തിരിക്കണം. അതിലൂടെ മാത്രമേ നമുക്ക് ലിമിറ്റഡ് ടൈമിനുള്ളിൽ മാക്സിമം ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാനുള്ള എബിലിറ്റി ഡെവലപ്പ് ചെയ്തെടുക്കാൻ കഴിയുള്ളൂ. നമ്മൾ എല്ലാ സബ്ജക്റ്റും ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചു എന്നതുകൊണ്ട് മാത്രം കാര്യമില്ല. അവിടെയുള്ള എക്സാം ഹാളിൽ ഉള്ള 90 മിനിറ്റ് കൊണ്ട് മാക്സിമം ക്വസ്റ്റ്യൻസ് കറക്റ്റായിട്ട് ആൻസർ ചെയ്യുന്നതിലാണ് ഏറ്റവും ഇമ്പോർട്ടൻസ്. സോ അതിന് നമുക്ക് പ്രാക്ടീസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രാക്ടീസ് ടെസ്റ്റുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സിലബസിൻ്റെ എല്ലാ ഏരിയക്കാളിലും നിങ്ങൾ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത് ഹൈ വെയിറ്റേജ് ഏരിയാസിൻ്റെ റിവിഷനാണ്. ആ ഭാഗത്തു നിന്നും മാക്സിമം ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുക. അതിന് പറ്റുന്ന ഒരു സ്റ്റഡി പ്ലാൻ ഡെവലപ്പ് ചെയ്ത് ഇനിയുള്ള 30 ഡേയ്സ് എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്ത് നിങ്ങളുടെ ഡ്രീം ജോബിലേക്ക് എത്തിച്ചേരുക. ഓൾ ദ ബെസ്റ്റ്.